Hi friends, എല്ലാവർക്കും ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. അയർലൻഡിലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റഡ് ന്യൂസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കോവിഡ് സീസൺ കൊണ്ടുണ്ടായ കുറച്ച് മാറ്റങ്ങളാണ്. അത് നേരത്തെ തന്നെ, അതായത് മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് RCSIയുടെ വെബ്സൈറ്റിലും കിടപ്പുണ്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ അതിനെപ്പറ്റി അവെയർ അല്ല. കാരണം കഴിഞ്ഞ ദിവസം കൂടി എന്നോട് കുറച്ച് ഇങ്ങനെ കാൻഡിഡേറ്റ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. ജസ്റ്റ് ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളെ കുറിച്ച് മാത്രമാണ്. അപ്പൊ നമുക്കറിയാം, നേരത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്നത് തിയറി പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് 1 വീക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് തിയറി ഇപ്പോൾ ഒരു സാറ്റർഡേ ആണെങ്കിൽ നെക്സ്റ്റ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആ ഒരു വീക്കെൻഡിലാണ് പ്രാക്ടിക്കലിന്റെ എക്സാം നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസത്തെ ഒരു ടൈം പീരീഡ് ആണ് പറയുന്നത്. ആ 4 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം തിയറിയും പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് അങ്ങനെ വെച്ചിട്ടാണ് അടുത്ത ദിവസമായിരിക്കും പ്രാക്ടിക്കൽ വരുന്നത്. ഈ 4 ദിവസത്തിനുള്ളിൽ തന്നെ തിയറിയും പ്രാക്ടിക്കലും നടക്കും. അപ്പൊ തിയറി കഴിഞ്ഞാൽ അന്ന് നൈറ്റ് അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആണെങ്കിലും നെക്സ്റ്റ് ഡേ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. പിന്നെ ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ കുറെ പേര് കിട്ടുന്ന ഫ്ലൈറ്റിനൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവരാണെങ്കിൽ 14 ഡേയ്സ് ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സിൽ നമ്മുടെ പാസ്പോർട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ഡിസിഷൻ ലെറ്റർ, പിന്നെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ചിലപ്പോൾ വിസ വേണ്ടി വരും. പിന്നെ അവര് നമ്മുടെ എക്സാമിന് 3-4 ദിവസം മുന്നേ ഒരു ഇമെയിൽ അയക്കും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ കൊണ്ടുവരേണ്ടതെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ആ ഡോക്യുമെന്റ്സ് എല്ലാം കരുതണം. അതിന്റെ കൂടെ അവർ അയക്കുന്ന ആ ഒരു ഇമെയിലിന്റെ പ്രിന്റും കൂടി വേണ്ടി വരും. അപ്പൊ ഇങ്ങനെയായിരുന്നു സാധാരണയായിട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു കോവിഡിന്റെ സമയത്താണ്. എന്താണെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇസ് നോ ലോങ്ങർ റിക്വയർഡ് ഫോർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് നമ്മുടെ RCSI വെബ്സൈറ്റിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് ടെസ്റ്റിന് പോവാം. അപ്പൊ ഈ ഒരു CRC ഡോക്യുമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും ഒരു ചെറിയൊരു തലവേദന പിടിച്ച പണിയാണ്. കാരണം പലരും എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പം DL ഇഷ്യൂ ചെയ്യുന്നത് മെയിൽ വഴിയാണ്. ഈ ഒരു കോവിഡിന്റെ ഒരു സീസൺ തുടങ്ങിയ പിന്നെ അതിന് മുന്നേ പോസ്റ്റ് വഴിയായിരുന്നു. അപ്പൊ പോസ്റ്റ് വഴി കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ CRCക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഫോം NMBയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് മേടിക്കണം. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് NMBക്ക് അയച്ചതിന് ശേഷം അവര് ഈ ഒരു CRC സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് ടെസ്റ്റിന് വരാൻ. പിന്നെ ഇപ്പൊ DL ഇഷ്യൂ ചെയ്യുന്നത് മെയിൽ വഴിയാണെന്ന് പറഞ്ഞത്. ഇപ്പൊ എനിക്കാണെങ്കിലും മെയിലിലൂടെയാണ് DL കിട്ടിയത്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ CRCയുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഡേറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഫോം ഫില്ല് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അയച്ചു തരും. അപ്പൊ അതൊരു 10 ഡേയ്സ് ഒക്കെ നീളുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അത്രയും ദിവസം കൊടുക്കും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് RCSIയുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോ ആ ഒരു ന്യൂസിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ളവരാണെങ്കിൽ അതൊന്ന് കയറി വായിച്ചു നോക്കിയാൽ അപ്പൊ നമുക്കൊരു ഉറപ്പ് കിട്ടിക്കോളും. അപ്പൊ ഈ ഒരു CRC കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒരു കാര്യമായിരുന്നു എനിക്ക് മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കാരണം പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര നാൾ എടുക്കും, അതില്ലാതെ ടെസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ കാര്യം നിങ്ങളെ അറിയത്തില്ലാത്തവരിലേക്കൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. പിന്നെ അയർലൻഡിലുള്ളവരാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കുറച്ചും കൂടി നേരത്തെ എടുക്കാനുള്ള, ഡേറ്റ് നേരത്തെ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവർക്ക് എംപ്ലോയർ ഉണ്ടാവണം. എംപ്ലോയർ ഉണ്ടെങ്കിൽ മാത്രം ഇപ്പൊ സപ്പോസ് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലൊക്കെ ഡേറ്റ് കിട്ടിയ ആളാണെങ്കിൽ എംപ്ലോയറിനെ കിട്ടാതെ, നമ്മൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലൊക്കെയാണ് ഡേറ്റ് എടുത്തിരിക്കുന്നത്, എംപ്ലോയറിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഈ ജൂലൈയിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് കഴിഞ്ഞിട്ട് അങ്ങനെ ഏറ്റവും അടുത്തുള്ള ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ അത് നമ്മുടെ എംപ്ലോയർ ഡയറക്റ്റ് ആയിട്ട് RCSIക്ക് ഇമെയിൽ അയച്ച് റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം അഡാപ്റ്റേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇപ്പം അഡാപ്റ്റേഷൻ നടക്കുന്നില്ല, എവിടെയും നടക്കുന്നതായിട്ട് അറിവില്ല. കുറെ നാളുകളായി, കുറെ മാസങ്ങളായി അഡാപ്റ്റേഷനൊക്കെ നടന്നിട്ട്, കോവിഡിനൊക്കെ മുന്നേ നടന്നതാണ്. അതിനുശേഷം ഇപ്പോഴും കറന്റ് എവിടെ അഡാപ്റ്റേഷൻ നടക്കുന്നില്ല. ഇപ്പം ഹോസ്പിറ്റലിലേക്കൊക്കെ ഇന്റർവ്യൂ എടുക്കുന്നവരാണെങ്കിൽ പോലും ആപ്റ്റിറ്റ്യൂഡാണ് അവരും ഹോസ്പിറ്റലുകാരും പ്രിഫർ ചെയ്യുന്നത്. ഇനിയിപ്പം കോവിഡിന്റെ ഒരു സീസണൊക്കെ കഴിഞ്ഞിട്ട് അഡാപ്റ്റേഷൻ തുടങ്ങുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ കറന്റ് അഡാപ്റ്റേഷനും എവിടെയില്ല. പിന്നെ എംപ്ലോയറിനെ കണ്ടുപിടിക്കുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇപ്പം, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലിൽ കിട്ടാനാണെങ്കിലും നഴ്സിംഗ് ഹോമിൽ കിട്ടാനാണെങ്കിലും
ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സ്പോൺസർ ചെയ്യുന്നവർ വളരെ വളരെ കുറവാണ്. അല്ലാത്തവർ പോലും എടുക്കാൻ മനസ്സുള്ളവർ വളരെ കുറവ്. വേക്കൻസി ഇല്ല എന്നൊക്കെയാണ് പലയിടത്തും പറയുന്നത്. ഇപ്പൊ എന്റെ കേസ് തന്നെ നിങ്ങൾക്കറിയാലോ, ഞാനും ഇതുപോലെ ജോലിക്കായിട്ട് നോക്കുന്നതാണ്. ഞാൻ ഇവിടെ ആയിട്ട് പോലും എനിക്കൊരു എംപ്ലോയറിനെ കിട്ടുന്നില്ല. അപ്പൊ അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പൊ അവർക്ക് വേണ്ടത് പിൻ നമ്പർ രജിസ്ട്രേഷൻ വേണം. അതാണ് അവർ ആദ്യം ചോദിക്കുന്ന റിക്വയർമെന്റ്. പണ്ടൊക്കെ OET മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ ഡിസിഷൻ ലെറ്റർ മതിയായിരുന്നു. ഇപ്പൊ അവർ ചോദിക്കുന്നത് പിൻ നമ്പർ ആണ്. പിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ, NMBയുടെ രജിസ്ട്രേഷൻ ആണ് ഈ പിൻ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനിവിടെ വേറൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം അവരെന്നോട് പറഞ്ഞത് എനിക്കിവിടെ സ്റ്റാമ്പ് ഫോർ വിസ ആണെങ്കിൽ മാത്രമേ തരാൻ പറ്റുള്ളൂ. സ്റ്റാമ്പ് ഫോർ എന്ന് വെച്ചാൽ ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസ്, ഇപ്പൊ PR ഉണ്ടെങ്കിൽ മാത്രമേ അവര് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഗ്യാപ്പ് ഉള്ളവരോടും സ്റ്റിൽ വർക്കിംഗ് അല്ലാത്തവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്. മാക്സിമം 6 months, ലെസ് ദാൻ 6 monthsന്റെ ഒരു ഗ്യാപ്പൊക്കെ അവര് അക്സെപ്റ്റ് ചെയ്തുള്ളൂ. മോർ ദാൻ 6 months ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് എടുക്കാൻ. അപ്പൊ മാക്സിമം നിങ്ങൾ സ്റ്റിൽ വർക്കിംഗ് ആവാൻ നോക്കുക, ഒട്ടും ഗ്യാപ്പ് വരുത്താതെ. അതുപോലെ ഇന്റർവ്യൂസ് ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ, നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ആണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പോൾ അറിയത്തില്ലാത്തവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.